ഏതൊരു വചന ശുശ്രൂഷയും നമുക്ക് പ്രയോജനകരമാകണമെന്നുണ്ടെങ്കിൽ നാം പരിശ്രമിക്കണം, നാം ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ഈ കുറച്ച് സമയം നമ്മളിവിടെ ഒരു വചന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ആലയത്തിലേക്ക് കടന്നു വന്നത് ഒരുപാട് ആഗ്രഹങ്ങളോടും പ്രതീക്ഷകളോടും കൂടിയാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട്, അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഭൗതിക ബന്ധനങ്ങൾ മാറിക്കിട്ടാനായിട്ട്, ശരീരത്തിൻ്റെ അസുഖം മൂലം ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അസുഖം മാറിക്കിട്ടുന്നതിനായിട്ട്, ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളാണ്. അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ അതിൻ്റെ ആ ഗുണം പൂർണ്ണമായും നമ്മിൽ നിറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആത്മീയ തലത്തിലേക്ക് മാറണം. ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് ഭൗതികമായിട്ടുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ആവശ്യങ്ങൾ അതൊക്കെ ചോദിച്ചുകൊണ്ടും അതിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ നമ്മുടെ തപോനിഷ്ഠകളും പ്രാർത്ഥനകളും ഒക്കെ മാറ്റിവെക്കുകയോ അറിയാതെ നമ്മൾ അതിലേക്ക് കേന്ദ്രീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്തൊക്കെയോ കിട്ടും, അനുഗ്രഹങ്ങൾ കിട്ടും. പക്ഷേ അനുഗ്രഹങ്ങൾ തരുന്ന അനുഗ്രഹദായകനെ കിട്ടില്ല. അപ്പം നമുക്ക് വേണ്ടത് അനുഗ്രഹമാണോ അതോ അനുഗ്രഹത്തിൻ്റെ ഉറവിടവും അനുഗ്രഹത്തിൻ്റെ ദായകനുമായ ദൈവത്തെയാണ്. അപ്പം ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടോളൂ. ഇതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണെന്ന് ഒരിക്കലും മറക്കരുത്. അതെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. ആദ്യം അവിടുത്തെ രാജ്യം, സ്വർഗരാജ്യം, അവിടുത്തെ നീതി, ആ വിശുദ്ധി, അത് അന്വേഷിക്കുക. അപ്പം ദൈവത്തെ സ്വന്തമാക്കണം എനിക്ക് എന്നുള്ള ഒരാഗത്തോട്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന ഒരു ബോധ്യവും, ദൈവത്തിന് സ്വന്തമായി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാത്രമേ ജീവിക്കാവൂ എന്നുള്ള ഒരു തീരുമാനവും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നേരെ മറിച്ച് കേവലവും താൽക്കാലികവുമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, ജോലി, സൗഖ്യം, ദാരിദ്ര്യം മാറൽ, വിടുതൽ, അതൊക്കെ, കല്യാണം, കുഞ്ഞുങ്ങൾ, ഇതെല്ലാം നമ്മുടെ തമ്പുരാൻ അറിയാം, ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട് എന്ന്. പക്ഷെ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം തമ്പുരാനെ മണിയടിക്കുന്ന ഒരു ഭക്തി അഭ്യാസമായിട്ട് ഒരിക്കലും നമ്മുടെ ആത്മീയതയെ മാറ്റരുത്. അങ്ങനെ ഒരു ഭക്തി അഭ്യാസമായിട്ട് ആത്മീയതയെ നമ്മൾ അറിയാതെ മാറ്റുമ്പോഴാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ യഥാർത്ഥ ആ വിശുദ്ധിയിൽ നിന്നും, യഥാർത്ഥ ദൈവഭക്തിയിൽ നിന്നും, ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിന്ന് നമ്മോട് ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ നമ്മോട് ചേർത്ത് നിർത്താനാവില്ല. നാം എന്തിനോട് ചേർന്ന് നിൽക്കുന്നവൻ നമ്മോടും ചേർന്ന് നിൽക്കും. യാക്കോസ്ലിഹയുടെ ലേഖനത്തിൽ കർത്താവ് കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോസ്ലിഹയുടെ 4 അധ്യായത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പിശാചിനെ അവൻ ഓടിപ്പോക്കോൾ, നിങ്ങൾ ചെറുത്താൽ മതി. യു റെസിസ്റ്റ്. ചെറുത്താൽ അവൻ ഓടിപ്പോവും. ചെറുത്താൽ ഓടിപ്പോകുന്ന പിശാചാണ് നമ്മൾ ഭയപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്സഹായരും നിർഭാഗ്യവന്മാരുമാണ്. ചേർന്നാൽ ചേർന്ന് നിൽക്കുന്ന ദൈവവും ആ ദൈവത്തിൻ്റെ സർവശക്തിയും ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പിശാച് എന്നുള്ള തിരിച്ചറിവുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ഒരു പിശാചിനും തൊടാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു പരമമായ സത്യം, ഞാൻ എന്തുമാത്രം ആഴത്തിലുള്ള വിശ്വാസമാണ് എൻ്റെ ദൈവത്തിൽ ഞാൻ അർപ്പിച്ചിട്ടുള്ളതെന്നാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണ്. നമ്മൾ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത് അങ്ങനെയാണ്, സർവശക്തനായ പിതാവ്. അപ്പം ആ സർവശക്തിയുമുള്ള ഒരു ദൈവമാണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ സർവശക്തിയും ഇല്ലാത്ത ഒരു പിശാചിനെ ഭയപ്പെട്ട് ജീവിക്കണോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് പിശാച് എന്നുള്ള ഒരു തിന്മ എന്നുള്ള ഒരു അറിവായിട്ടിരുന്നോട്ടെ, പക്ഷേ
വിശ്വാസം ദൈവത്തിലായിരിക്കണം. ദൈവം, എൻ്റെ ദൈവം സർവശക്തനാണ്, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, ആ ദൈവം എന്നെ കൈവിടില്ല, ആ ദൈവം ഞാൻ വീഴാൻ അനുവദിക്കില്ല. സകലവും ദൈവത്തിന് ഭരമേൽപ്പിച്ചാൽ പിന്നെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അത് നോക്കുക എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് ഏൽപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മുഴുവൻ ഏൽപ്പിക്കണം, സർവം ഏൽപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും പറയുക, നമുക്ക് ആവശ്യം ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നുള്ളതല്ല, ആ അനുഗ്രഹങ്ങൾ തരുന്ന ദാതാവായ ദൈവത്തെയാണ്. ആ ദൈവത്തെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതിനോട് കൂട്ടിച്ചേർത്ത് തരുന്ന ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളിരിക്കുന്നുവെന്നും ആ ദൈവത്തെയാണ് സ്വന്തമാക്കുന്നതെന്നും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിയുന്ന ആ ദൈവമാണ് എൻ്റെ ദൈവം. ഒരുപാട് പാട്ടുകളിലൂടെ നമ്മൾ കേൾക്കുന്നതാണ് എൻ്റെ ദൈവത്തിൻ്റെ ആ സവിശേഷതകളൊക്കെ. അതുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിക്കണം. പ്രിയപ്പെട്ട പ്രൊവിൻഷ്യാലച്ഛനും പട്ടത്തച്ഛനും പ്രിയപ്പെട്ട എല്ലാ അച്ഛന്മാർക്കും, പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ചുകൊണ്ടുവന്ന കാവുങ്കലച്ഛനൊക്കെ പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ വചനവേദിയിൽ നിൽക്കാനായിട്ടുള്ളൊരു ഭാഗ്യം, അതൊരു ഭാഗ്യം തന്നെയാണ്. അതൊരു വലിയൊരു അനുഗ്രഹമാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളതും നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ആയിരിക്കാൻ സാധിക്കുന്നു. നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനായിട്ട് എന്നെ വിളിച്ച CMI സഭയുടെ ഈ പ്രവിശ്യയ്ക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ വചന ശുശ്രൂഷയിൽ അതുകൊണ്ട് നമുക്ക് സ്വല്പസമയം ഏകാഗ്രമായിരുന്നുകൊണ്ട്, ദൈവമേ നീ എന്നോടാണ് സംസാരിക്കുന്നത്, നമ്മളോടല്ല. ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. ഞാനെന്നുള്ളത് ഒരു വാക്ക്, എൻ്റെ നാക്കും വാക്കുമൊക്കെ ഒരു ശബ്ദമായിട്ട് വരുന്നു മാത്രം. പക്ഷെ ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ ഈ സംസാരം ദൈവത്തിൻ്റെ സ്വരമായിട്ട് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുന്നത്. കഥകൾ അടച്ചു നിൽക്കാതിരിക്കണം. നമ്മുടെ പല വിചാരങ്ങളൊക്കെ മാറ്റിയിട്ട് എന്താണേലും 1 മണിക്കൂർ ഞാൻ പ്രസംഗിക്കും, ഒരു സംശയം വേണ്ട. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുർബാന ഉണ്ടാവും. അപ്പോൾ ഒരു 1-2 മണിക്കൂർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് വന്നതല്ലേ. ഇവിടെ സകല ആകുലതകളും സകല വ്യഗ്രതകളും സകല പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ മറന്നു കഴിഞ്ഞിട്ട് ഒന്ന് മുഴുവനായിട്ട് തമ്പുരാനെ ദാ ഞാൻ വന്നിരിക്കുന്നു, നീ എന്താന്ന് വെച്ചാൽ എന്നിൽ പ്രവർത്തിച്ചോ, നീ പ്രവർത്തിക്കണം, അതിനുവേണ്ടി ഞാൻ ഇതാ നിന്ന് തരുന്നു, പൂർണ്ണമായും എന്നെ സമർപ്പിക്കുന്നു. അല്ലേ, നാദാ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നതാണ്. വിട്ടുകൊടുക്കാത്ത ഒരു ഭാഗം ഉണ്ടാവരുത്. പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അത് യാഗമായി സ്വീകരിക്കും. ദൈവം നമ്മെ മാറ്റിയിട്ടേ ദൈവം നമ്മെ വിടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് വന്നല്ല, ദൈവം നമ്മെ വിളിച്ചിവിടെ വരുത്തിയതാണ്. അപ്പോൾ ദൈവം വിളിച്ചു വരുത്തിയെന്നുണ്ടെങ്കിൽ ആ ദൈവത്തോട് സഹകരിക്കാനായിട്ട് എല്ലാ വ്യഗ്രതകളും മറന്ന് കഥകളടച്ച്, പല വിചാരത്തിൻ്റെ കഥകളടച്ച് ദൈവവിചാരം എന്ന ഏക വിചാരത്തോടുകൂടി നമുക്കിവിടെ ഇരിക്കാം. ദൈവം സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് നമ്മുടെ കാതുകൾ, നമുക്ക് ഉള്ളിലെ കാതുകൾ തുറക്കും. ഈ കാതുകളിലൂടെ മൈക്കിൻ്റെ ശബ്ദമാണ്. പക്ഷേ ഈ മൈക്കിൻ്റെ ശബ്ദം നമ്മുടെ ശബ്ദമായിട്ട് മാറ്റുന്നത് തമ്പുരാനാണ്. ആ തമ്പുരാനോട് ചേർന്നിരുന്നാൽ മാത്രം മതി. ഇവിടുത്തെ കാഴ്ചകളോ വെളിച്ചമോ എൻ്റെ മുഖം ഒന്നുമല്ല. ദൈവത്തിൻ്റെ മുഖം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. ഒന്ന്. രണ്ടാമത്തെ, പുറംകാഴ്ചകൾ ഈ കണ്ണുകൊണ്ടാണ്. ഈ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം പുറംകാഴ്ചകളാണ്. പുറംകാഴ്ചകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉൾക്കാഴ്ച കിട്ടില്ല. ഉൾക്കണ്ണ് തുറക്കണമെന്നുണ്ടെങ്കിൽ പുറംകണ്ണ് അടയ്ക്കണം, യാതൊരു സംശയം വേണ്ട. പുറംകണ്ണ് അടയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ കാഴ്ചകളൊന്നും കാണാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ അവയിൽ കണ്ണ് ഉടക്കരുത്. ഇവിടുത്തെ ഒന്നിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉടക്കാതെ, കണ്ണുകൾ നിങ്ങളുടെ ദൃഷ്ടികൾ ഉയർത്തണം. അല്ലേ, കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം. അപ്പം കണ്ണുകൾ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. അത് ഉൾക്കണ്ണുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. പുറം കണ്ണുകൊണ്ട് നമുക്കത് സാധാരണഗതിയിൽ സാധിക്കില്ല. ഒരു വലിയൊരു അവസ്ഥയോട് കടന്നു പോയി കഴിഞ്ഞാൽ പുറം കണ്ണിൽ കാണുന്നതും ഉൾക്കണ്ണ് കാണുന്ന പോലെയായി മാറും. അവിടത്തേക്ക് നമുക്ക് ആർക്കും എത്താൻ സാധിച്ചില്ല. അങ്ങനെ എത്തിയവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ധ്യാനിക്കുന്നതും
പഠിക്കുന്നതും അവരുടെ മാതൃക പിൻചെല്ലാനായിട്ട് പരിശ്രമിക്കുന്നതും. അവർ കണ്ട കാഴ്ചകളെല്ലാം ഉൾക്കണ്ണിൻ്റെ കാഴ്ചകളായിരുന്നു. നമ്മൾ കാണുന്ന കണ്ണിൻ്റെ കാഴ്ചകളെല്ലാം ഉൾക്കണ്ണിൻ്റെ കാഴ്ചകളല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൽ നിന്നും ഉൾക്കാഴ്ച കിട്ടില്ല. അവർക്ക് എല്ലാത്തിൽ നിന്നും ഉൾക്കാഴ്ച കിട്ടിയിരുന്നു. കാരണം അവരുടെ പുറംകണ്ണ് ഉൾക്കണ്ണായിട്ട് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതാണ് ആ വിശുദ്ധരെയാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ധ്യാനിക്കുന്നത്, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 കാര്യങ്ങൾ മനസ്സിലിരുന്നോട്ടെ. ഈ 2 കാര്യങ്ങൾ മനസ്സിലിരുന്നാൽ ഒരുപാട് കൃപ നമ്മളിലേക്ക് ഒഴുകും. മൂന്നാമത്തെ ഒരു കൊച്ച് എൻ്റെ ഒരു അഭിപ്രായം കൂടെ, ഒരു അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. അത് റഷ്യൻ ഭാഷയിലുള്ള ഒരു 2 വാക്കുകളാണ്. ഒന്ന് ഗ്ലാസ് നോസ്റ്റ്, 2 പെരിസ്ട്രോയിക്ക. ഗ്ലാസ് നോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കുകയാണ്. തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കുകയാണ് ഈ വിശുദ്ധന്മാരുടെ ദൃഷ്ടിയിലൂടെ. 8 വിശുദ്ധന്മാരെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ആ വിശുദ്ധന്മാർ ഈ ലോകത്ത് നമ്മെപ്പോലെ ജീവിച്ച് കടന്നുപോയ നമ്മുടെ തലമുറകളോ നമ്മുടെ മുമ്പുള്ള തലമുറകളോ കണ്ടിട്ടുള്ള വിശുദ്ധരാണ്. എനിക്ക് 1-2 വിശുദ്ധരെ കാണാനും അവരുമായി സംസാരിക്കാനും അവരുമായി എന്താ പറയുക ശരീര സ്പർശിക്കാൻ അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഒരു പരമയാഥാർത്ഥ്യമാണ് അതിസ്വാഭാവികമായിട്ടുള്ള വിശുദ്ധിയിലൂടെ ദൈവത്തിൻ്റെ പ്രീതി വരിച്ച വിശുദ്ധാത്മാക്കൾ. വിശുദ്ധരുടെ തിരുനാളിൻ്റെ നൊവേന നമ്മൾ ലതീഞ്ഞ് ചെല്ലുമ്പോൾ ചൊല്ലുന്നൊരു പാട്ടാണതല്ലേ? ദൈവപിതാവിൻ പ്രീതി വരിച്ചൊരു പുണ്യാത്മാവ്, വിശുദ്ധമായൊരു ജീവിത മുറയാൽ. അപ്പം ജീവിത മുറ കൊണ്ട് വിശുദ്ധി സമ്പാദിച്ച, അത് സ്വാഭാവികമായ മുറയല്ല, അതിസ്വാഭാവികമായിട്ടുള്ള വിശുദ്ധി. ആ വിശുദ്ധരെയാണ് യഥാർത്ഥത്തിൽ സഭയിൽ അൾത്താരയിൽ വണങ്ങാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുള്ളത്. സഭയുടെ പഠനങ്ങളിലൂടെ നമ്മളെല്ലാവരും വിശുദ്ധരാക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്, വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്. വിശുദ്ധരായാൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദിമസഭയിൽ പരസ്പരം വിളിച്ചിരുന്ന് വിശുദ്ധർ എന്നാണ്. നമുക്കിപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയെ വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റണം. നമ്മുടെ അടുത്തിരിക്കുന്നവരെ വിളിക്കണ്ടേ? പറ്റണം. അപ്പോൾ വിശുദ്ധ കുര്യൻ ജോസഫ്, വിശുദ്ധ തോമസ്, വിശുദ്ധ ഇവിടെ ഇരിക്കുന്ന മേരി, ഇവിടെ ഇരിക്കുന്ന വിശുദ്ധ കത്രീന, ഓരോരുത്തരെയും കുറിച്ച് ഒരു വിശുദ്ധ, ഇത് മാത്രമേ നിൽക്കുള്ളൂ. ഈ ജസ്റ്റിസ് എന്നുള്ളതോ അല്ലെങ്കിൽ ഹോളിനെസ് എന്നുള്ളതോ ഗ്രേസോ എക്സലൻസോ ഒക്കെ പോകും. ഏക ടൈറ്റിലാണ് നമുക്ക് നിത്യതയിൽ നിലനിൽക്കുകയുള്ളൂ. മറക്കരുത്, ഏക ടൈറ്റിൽ, ഏക വിശേഷണം നിത്യതയിൽ നിലനിൽക്കുന്ന വിശുദ്ധ. ജോൺ പോൾ മാർപ്പാപ്പയായിരുന്നു ഇല്ലേ? വിശുദ്ധനായി കഴിഞ്ഞപ്പോൾ വിശുദ്ധ മാർപ്പാപ്പ ജോൺ പോൾ പാപ്പ എന്ന് ആരും പറയുന്നില്ല. വിശുദ്ധ ജോൺ പോൾ പാപ്പ. വിശുദ്ധ അംബ്രോസ് മഹാനായ ഒരു മെത്രാനായിരുന്നു. ആരും മെത്രാനായ വിശുദ്ധ അംബ്രോസ്. അപ്പോൾ നമുക്ക് നിത്യതയിൽ നിലനിൽക്കുന്ന ഏക ടൈറ്റിൽ വിശുദ്ധ എന്നുള്ളത് മാത്രമാണ്. വിശുദ്ധ എന്ന് എഴുതിയിട്ട് ബാക്കി കൂടെ പേരെഴുതും. വിശുദ്ധ കുര്യൻ, വിശുദ്ധ റിനു, വിശുദ്ധ ഗ്രേസ്, വിശുദ്ധ ജോണി, വിശുദ്ധ തോമസ്, വിശുദ്ധ ജെയിംസ്, വിശുദ്ധ കത്രീന, അങ്ങനെ ഓരോരുത്തരുടെയും. അങ്ങനെ വിശുദ്ധരായാൽ മാത്രമേ നമുക്ക് നിത്യതയിൽ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നിത്യതയിൽ ദൈവത്തെ അനുഭവിക്കുന്ന നിത്യകൂടാരത്തിലുള്ള പ്രവേശനമാണ് എൻ്റെയും നിങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് നമ്മുടെ സഭയുടെ നമ്മളെല്ലാവരും ഒരു ദിവസം നമ്മുടെ പെട്ടിയിലാക്കി ആരെങ്കിലും ഒരു ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലും. അന്ത്യവിശ്രമത്തിനായിട്ട് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അവിടെ ചൊല്ലുന്ന ഒരു മനോഹരമായ പ്രാർത്ഥന ഞാൻ എൻ്റെ കൂടെ ചൊല്ലിക്കോട്ടെ, കൂടെ പറഞ്ഞോട്ടെ, ചിന്തിച്ചോട്ടെ. അവിടെ ഈ കിരീടം വയ്ക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുള്ള ന്യായാധിപൻ ആ ദിവസം നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ കാർമ്മികൻ നമ്മുടെ തലയിൽ ഒരു മുടി വയ്ക്കും. അത് മുടി വയ്ക്കുന്ന കാർമ്മികൻ്റെ വലിപ്പ ചെറുപ്പം കൊണ്ടൊന്നും നമുക്ക് ഒരു യോഗ്യതയും കിട്ടാൻ പോണില്ല. മാർപ്പാപ്പ എന്ന് വെച്ചാലും മെത്രാപ്പൊലിത്ത എന്ന് വെച്ചാലും കർദിനാൾ വെച്ചാലും വൈദികൻ വെച്ചാലും അതെല്ലാം പ്രതീകങ്ങളാണ്. നമ്മൾ നേടുന്ന സൗഭാഗ്യത്തിൻ്റെ ആശംസകൾ മാത്രമേ അവർ തരുന്നുള്ളൂ. ആ സൗഭാഗ്യം നേടാനായിട്ടുള്ള 3 കണ്ടീഷൻസാണ് ആ പ്രാർത്ഥനയിലുള്ളത്. പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഈ വിശുദ്ധരെല്ലാവരും ഈ ലോകത്ത് നല്ലവണ്ണം യുദ്ധം ചെയ്ത് കടന്നു പോയവരാണ്. എന്താ യുദ്ധം ചെയ്ത്? അവർ നമ്മളിന്ന് കാണുന്ന വടിവാളും കത്തിയും തോക്കും എടുത്തിട്ടുള്ള യുദ്ധമല്ലായിരുന്നു.
അവര് ഈ ലോകത്തിലാണ് എന്നുള്ള തിരിച്ചറിവും, എന്നാൽ ലോകത്തോടുള്ള മൈത്രിയിൽ ജീവിച്ചാൽ ദൈവത്തിൽ നിന്നുള്ള അകലമുണ്ടാവൂ എന്നുള്ള തിരിച്ചറിവും മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെ മൈത്രിയോ ലോകത്തിൻ്റെ പ്രീതിയോ കാര്യമാക്കാതെ ദൈവത്തിൻ്റെ ആ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ നീതിയും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ബാക്കിയെല്ലാം ഉച്ഛിഷ്ടമായി കരുതി ജീവിച്ചവരാണ്. ഉച്ഛിഷ്ടം എന്താ ചെയ്യുന്നത്? നമ്മൾ വലിച്ചെറിയുള്ളൂ. അപ്പം ഈ ലോകത്ത് ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നത് എല്ലാം ഉച്ഛിഷ്ടമായി കണ്ട, വേസ്റ്റായി കണ്ട വിശുദ്ധരെയാണ് നമ്മളിന്ന് ഓർക്കുന്നത്. മറക്കരുത്, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഈ ഉച്ഛിഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന ഉച്ഛിഷ്ടം അത് പ്യുവർ വേസ്റ്റാണ് നമ്മൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ ഉച്ഛിഷ്ടത്തിൻ്റെ പുറകെ പോകുന്നവർക്ക് ദൈവത്തിൽ നിന്നുള്ള അകലം കൂടിക്കൂടി വരികയുള്ളൂ. നേരെ മറിച്ച് ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് യുദ്ധം ചെയ്യലാണ്. ആ യുദ്ധം എന്ന് പറയുന്നത് ഒരു ഫൈറ്റാണ്, ആത്മീയ സമരമാണ്. ആ ആത്മീയ സമരം എന്ന് പറയുന്നത് ആത്മാവിനെ പണയപ്പെടുത്തിയിട്ടോ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ടോ ഈ ലോകത്തെ ഒരു സൗഭാഗ്യവും ഒരു സമ്പത്തും ഒരു സുഖവും എനിക്ക് വേണ്ട എന്നുള്ള ആ തിരിച്ചറിവും ആ തീരുമാനവും ആ നിലപാടുമാണ്. എൻ്റെ ആത്മാവിനെ പണയപ്പെടുത്തിയിട്ടോ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ടോ ഈ ലോകത്ത് ഒരു സൗഭാഗ്യവും ഒരു സുഖവും ഒരു സ്ഥാനമാനവും ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള അറിവും അതിൻ്റെ തീരുമാനവും ആ നിലപാടും മറക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഇവരെ നമ്മൾ വിശുദ്ധരായി വളർന്നതിൻ്റെ കാരണം. അത്ര ധീരോദാത്തമായ രീതിയിൽ അത്ര കാർക്കശ്യത്തോടുകൂടി വിശുദ്ധിയെ കണ്ട് ജീവിച്ച ആ വിശുദ്ധാത്മാക്കളെയാണ് നമ്മളിന്ന് ഓർക്കുന്നത്. തോമാസ് ലീഹ മുതൽ ഇങ്ങോട്ട് നമുക്ക് ഏറ്റവും അവസാനമായി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ദൈവസഹായം പിള്ള വരെയുള്ള എല്ലാവരെയും, ദൈവസഹായം പിള്ള ഒഴിച്ച് ബാക്കി എല്ലാവരും, തോമാസ് ലീഹ ഉൾപ്പെടെ, അവർ രണ്ടുപേരിച്ച് ബാക്കി എല്ലാവരും സന്യാസ ജീവിതത്തിലൂടെ കടന്നു വന്നവരാണ്. നമ്മുടെ ചവറപിതാവും എബ്രാസ്യാമിയും മറിയന്ത്രസ്യാമിയും അൽഫോൻസാമിയും അഫ്കോഴ്സ് ഫ്രാൻസിസ് അസീസി ഒരിക്കലും അത് അവൻ ആഗ്രഹിച്ചതല്ല, മദർ തെരേസയും ഒക്കെ ഈ സന്യാസ സംഭവങ്ങളിൽപ്പെട്ടവരായിരുന്നു. ബാക്കിയുള്ളവരെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ. എന്തുകൊണ്ട് അവർ ഈ ലോകത്ത് ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന എല്ലാത്തിനെയും ഉച്ഛിഷ്ടമായി കണ്ടു. അതുകൊണ്ട് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയായി കണ്ടു. അവർ ഈ ലോകത്ത് തന്നെ ജീവിച്ച്, വേറെ എങ്ങുമല്ല ജീവിച്ച്, ഈ ലോകത്ത് ജീവിച്ചവരാണ്. നമ്മൾ ഈ പുഴയിലൂടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, വള്ളത്തിലാണ് നമ്മൾ പോകുന്നത്. വള്ളം എവിടെയാണ് കിടക്കുന്നത്? വള്ളം വെള്ളത്തിലാണ്. വെള്ളത്തിലല്ലാതെ വള്ളത്തിന് ഉപയോഗമില്ല. നാം ഒക്കെ ഈ ലോക ജീവിതത്തിൽ ഒരു വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ എപ്പോൾ ആ വെള്ളം ഈ വള്ളത്തിൽ കയറുന്നുവോ വള്ളം മുങ്ങിപ്പോവും. നമ്മുടെ ആത്മീയതയ്ക്ക് സംഭവിക്കുന്ന ഒരു ആഘാതമാണ് നാം സഞ്ചരിക്കുന്ന ആ വെള്ളം നമ്മളാകുന്ന വള്ളത്തിനകത്ത് കയറുക എന്നുള്ളത്. ലോകം നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്നു. ദൈവം ഇരിക്കേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ടുള്ള എന്നിലേക്ക് ഈ ലോകം പ്രവേശിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ മയപ്പെടുത്തും, പരിശുദ്ധാത്മാവിനെ നമ്മൾ നിശബ്ദരാക്കും, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റാത്തവണ്ണം നമ്മുടെ കാതുകൾ അടഞ്ഞു പോവുകയും ചെയ്യും. അതാണ് നമ്മൾ മനസ്സാക്ഷിയെ വഞ്ചിക്കുക എന്ന് പറയുന്നത്. മനസ്സാക്ഷി, ഈ ക്രൈസ്തവ മനസ്സാക്ഷി എന്ന് പറയുന്നത് വലിയൊരു തീമാണ്, വലിയൊരു ഒരു തത്വമാണ് പഠിക്കേണ്ടത്. ക്രൈസ്തവ മനസ്സാക്ഷിയുടെ കൃത്യവും വ്യക്തമായിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ: ഒന്നുകിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിനെതിരെ. ഒന്നുകിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ പിശാചിൻ്റെ കൂടെ. ഇടയ്ക്ക് ഒന്നുമില്ല, ഒരു 50-50 ഇല്ല, ഒരു സമദൂരം ഒന്നുമില്ല, ഒരു സേഫ് ഡിസ്റ്റൻസും ഇല്ല. രണ്ട് ചോയ്സേ ഉള്ളൂ എനിക്കും നിങ്ങൾക്ക്. ഒന്നുകിൽ കുര്യൻ ജോസഫ് ദൈവത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ കുര്യൻ ജോസഫ് ദൈവത്തിൻ്റെ കൂടെ അല്ല എന്നുണ്ടെങ്കിൽ പിശാചിൻ്റെ കൂടെയാണ്. നോ ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല. ഇതൊരു കൃത്യവും വ്യക്തമായിട്ടുള്ളൊരു മനസ്സാക്ഷി. ഇതാണ് മനസ്സാക്ഷിയുടെ സ്വരം. അതുകൊണ്ട് ആ മനസ്സാക്ഷി നമ്മോട് പറയും, കുര്യൻ നീ തെറ്റ് ചെയ്യുമ്പോൾ എന്നോട് പറയും, നീ ദൈവത്തിൽ നിന്ന് അകലുന്നു, ദൈവത്തെ വേദനിപ്പിക്കുന്നു, ദൈവത്തിനെതിരായി നിൽക്കുന്നു. മനസ്സാക്ഷിയുടെ സ്വരം അനുസരിക്കാൻ പറ്റും. നേരെ മറിച്ച് ആ സ്വരം ശ്രവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘകാലം നമ്മൾ മറ്റേ കക്ഷിയുടെ കൂടെ നടന്നു നോക്കി, ജീവിച്ചു നോക്കി,
ലോകത്തിൻ്റെ പുറകെ പോയി നോക്കി പിന്നെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത്, ലോകത്തിൻ വഴികളിൽ ഉഴലാതെ പാപത്തിൻ പാതകൾ പുൽകാതെ. ഇതാണ് വിശുദ്ധൻ. ലോകത്തിലാണ്, പക്ഷെ ലോകത്തിൻ്റെ വഴിയിലല്ല സഞ്ചരിച്ചത്. ലോകത്തിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചു. ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നവരാ. ദൈവത്തിൻ്റെ വഴിയിലാണോ അതോ നാം തിന്മയുടെ വഴിയിലാണോ? ഈ തിന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമോ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും ബോധ്യത്തിലും ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ തിന്മയിൽ ജീവിക്കുന്ന ഒരാൾക്ക് സാധിക്കില്ല. കാരണം ദൈവത്തെ അനുഭവിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല. അത് ദൈവത്തിൻ്റെ കുഴപ്പം, നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണ്. കാരണം ദൈവം ആഗ്രഹിച്ചാൽ പോലും ദൈവത്തിന് പോലും നമ്മെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ദൈവത്തെ നമ്മൾ ഉപേക്ഷിച്ചു പോയി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കിക്കൊള്ളു, ഈ പശ്ചാത്തപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന സുവിശേഷത്തിൽ കാണുന്ന ഒരു വാക്കുണ്ട്, എഴുന്നേറ്റു എന്നാണ്. അവൻ എഴുന്നേറ്റു. നമുക്ക് സുപരിചിതമായിട്ടുള്ള മുടിയനായ ഭദ്രൻ്റെ ഉപമയിലാണ് പോലും എഴുന്നേറ്റു. ശമയോൻ്റെ അമ്മായിമ്മ എഴുന്നേറ്റു, അസൂതൻ എഴുന്നേറ്റു. എല്ലായ്പ്പോഴും ഓരോരുത്തരും തളർവാദ രോഗി എഴുന്നേറ്റു. എവിടുന്ന നമ്മളെ തളർത്തിയിട്ടിരുന്ന, നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടിരുന്ന, നമ്മളെ ദൈവത്തെ മറക്കാൻ തക്കവണ്ണം ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ആ അരൂപിയുടെ ആ പിടിയിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ച് എഴുന്നേക്കുന്നു. അതൊരു തിരിച്ചറിവിൻ്റെ ഭാഗമാണ്. തിരിച്ചറിവുണ്ടായാലേ എഴുന്നേക്കാൻ സാധിക്കുള്ളൂ. തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് അടുത്ത തീരുമാനമെടുത്താലേ തിരിഞ്ഞു നടക്കാനും പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു നടക്കാനായിട്ടുള്ള വിളിയാണ് തെറ്റിപ്പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ധ്യാനത്തിൻ്റെ അവസരവും ഈ വിശുദ്ധന്മാരെ കുറിച്ചുള്ള ഓർമ്മകളും ഈ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും. കാരണം പശ്ചാത്തപിക്കുന്ന ഒരു പാപിയുടെ തിരിച്ചു വരവ് സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നീതിമാൻ്റെ ജീവിതത്തെക്കാളും പ്രിയപ്പെട്ടതാണ്. കാരണം തെറ്റ് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി, അതുകൊണ്ടാണ് നീ എന്നും എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനെ ആശ്വസിപ്പിക്കുന്നത്. ആ പിതാവ് വന്നിട്ട് വലിയൊരു വളരെ ഒരു ചിന്തയ്ക്ക് പ്രാർത്ഥനീകരിപ്പിക്കേണ്ട ഒരു ഭാഗങ്ങളുടെ കൂടിയാണ്, എന്നും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഇവൻ തിരിച്ചു വന്നിരിക്കുന്നു. ഈ തിരിച്ചു വരവ് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ അകന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് സഹായകരമാകും. കാരണം ആ മാധ്യസ്ഥം എന്ന് പറയുന്നത് അവരുടെ മാതൃകയാണ്. ആ മാതൃക എന്ന് പറയുന്നത് അവരെങ്ങനെ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതാണ്. അവരെങ്ങനെ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളത് നമ്മൾ അവരുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കത് വലിയ പ്രചോദനവും വലിയൊരു മാതൃകയും വലിയൊരു ആശ്വാസവും വലിയൊരു വെല്ലുവിളിയുമായി തീരും. ഈ 4-ാം ഭാഗമാണ് പ്രധാനപ്പെട്ടത്. അൺലെസ് സംബഡി ചലഞ്ചസ് മീ. ഈ വിശുദ്ധരെല്ലാവരും നമ്മളെ വെല്ലുവിളിക്കുകയാണ്. എന്നെപ്പോലെ കം ഓൺ ലുക്ക് അറ്റ് മീ. നമുക്ക് പറയാറില്ല, മാതാപിതാക്കന്മാർ കൂട്ടുക, എന്നെ നോക്ക്. കർത്താവ് ഒന്നല്ലേ പറഞ്ഞോളൂ, ലുക്ക് അറ്റ് മീ. നമ്മുടെ അവിടെ പത്രോസ്ലിയ ചെന്നിട്ട് പറയുന്നുണ്ട്, അവിടെ ഭിക്ഷയായി ചെന്ന വ്യക്തി ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും തരുമെന്ന് ചോദിക്കുമ്പോൾ പത്രോസ്ലിയ പറഞ്ഞൊരു കാര്യമുള്ളൂ, എൻ്റെ കണ്ണിലേക്ക് നോക്ക്, എൻ്റെ നേരെ നോക്കുക. നീ ചോദിക്കുന്നത് എൻ്റെ കയ്യിലില്ല, പക്ഷെ നിനക്ക് ആവശ്യമുള്ളത് എൻ്റെ കയ്യിലുണ്ട്. നിനക്ക് ആവശ്യമുള്ളത് സൗഖ്യമാണ്, നിനക്ക് ആവശ്യമുള്ളത് രക്ഷയാണ്, അതെൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നീ ചോദിക്കുന്നത് എന്താ? തുട്ടാണ്. നീ ചോദിക്കുന്നത് എന്താ? സൗഖ്യമാണ്. നീ ചോദിക്കുന്നത് എന്താ? എന്താ പറയുക, ജോലിയാണ്. നീ ചോദിക്കുന്നത് എന്താ? അങ്ങനെ ഒരു ലൗകിക കാര്യങ്ങളാണ്. പക്ഷെ അതല്ല, നിനക്ക് ആവശ്യം രക്ഷയാണ്. ആ രക്ഷ ദൈവത്തിൽ നിന്നേ വരികയുള്ളൂ. ആ ദൈവത്തിൽ നിന്ന് ആ രക്ഷ വരും എന്ന് നമുക്ക് ഉറപ്പ് തരുന്നവരാണ് ഈ വിശുദ്ധന്മാർ. നമ്മൾ ഈ ചിന്തിക്കുന്ന ഇന്ന് വണങ്ങുന്ന എല്ലാ വിശുദ്ധന്മാരും. പക്ഷെ അവർ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിലാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവർ. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ എന്നുള്ള കത്തോലിക്ക സഭയുടെ പഠനമാണ്. അത് വേദപാഠത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തന്നെയാണ്. അപ്പോൾ വിശുദ്ധരുടെ മധ്യസ്ഥം എന്താ? അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ ആ യോഗ്യതകൾ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് അത് ഈ ലോകത്ത് വിശുദ്ധമായ ജീവിത മുറയാലെ ജീവിച്ച് കടന്നുപോയ ആ വ്യക്തികൾ പിതാവിൻ്റെ പക്കൽ തങ്ങളുടെ യോഗ്യതകൾ പ്രദർശിപ്പിക്കുന്നതാണ് ഈ മധ്യസ്ഥം. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി ജീവിച്ച വിശുദ്ധര്, അവര്
ആ യേശുക്രിസ്തുവിലൂടെ നേടിയെടുത്ത, ഈ ലോകത്ത് നേടിയെടുത്ത യോഗ്യതകൾ പരമപിതാവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ആ സമയത്ത് അവർ പിതാവിനോട് നമുക്ക് വേണ്ടി പറയുന്നതാണ് ആ മാധ്യസ്ഥം. അല്ലാത്ത പക്ഷം വേദപാഠം അനുസരിച്ച് നമുക്ക് കർത്താവ് കൃത്യവും വ്യക്തവും ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു മധ്യസ്ഥനുള്ളൂ. വേറെ മധ്യസ്ഥൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതാണ് പരമമായി. അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ വണങ്ങുന്നത്. ഈ വിശുദ്ധന്മാരുടെ വണക്കത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് ഈ വിശുദ്ധനായി തീരാനായിട്ടുള്ള ഒരു പ്രചോദനവും ഒരു മാതൃകയും ഒരു വെല്ലുവിളിയുമാണ്. ഈ പ്രചോദനവും മാതൃകയും, അല്ലെങ്കിൽ മാതൃകയും പ്രചോദനവും വെല്ലുവിളിയും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശനിയാഴ്ച ദിവസം ഇവിടെ വന്നിരുന്നിട്ട് ഒരു പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഓരോ വിശുദ്ധരെയും നമ്മുടെ ജീവിതത്തിൽ, അതുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് വിശുദ്ധരെന്ന് പറയുന്നത് ഈ പ്രകാരം അതിസ്വാഭാവികമായിട്ടുള്ള വിശുദ്ധിയിൽ ജീവിച്ചവരെ ചിലരെ മാത്രം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ വിശുദ്ധരാക്കാനായിട്ട് അവരെ ഉപയോഗിക്കുന്നതാണ് വിശുദ്ധരെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് തന്നെ. അവരെ ഉപയോഗിക്കുകയാണ്. ഈ വിശുദ്ധരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധരായി തീരാനായിട്ടുള്ള ആ ഒരു വിളിയും ഒരാവേശവും ഒരു പ്രചോദനവും ഒരു വെല്ലുവിളിയും നമുക്ക് തരുന്നു. അതാണ് ഈ വിശുദ്ധന്മാർക്ക് നമുക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ളത്. അപ്പം ലോകത്തിൻ്റെ വഴികളിൽ ഉഴലാതെയാണ് അവർ വിശുദ്ധമായ ജീവിത മാതൃക, ജീവിതമുറ. ആ ജീവിതമുറ എന്നുള്ളത് വിശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് എല്ലാവർക്കും പറ്റും, പക്ഷേ പ്രാർത്ഥിക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. പ്രാർത്ഥന ചൊല്ലൽ അധരം കൊണ്ടുള്ള ഒന്നാണ്, പക്ഷേ പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള ഞാൻ ഇവിടെ സ്ഥാപിച്ച ഈ ബന്ധമാണ് ഞാൻ എവിടെ തുടരുന്നത്? നിത്യതയിൽ തുടരുന്നത്. അപ്പം ഇവിടെ നമ്മൾ പ്രാർത്ഥന, കർത്താവേ ഞാൻ എന്തോരം കൊന്നയല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, നിൻ്റെ പിന്നാലെ ഞങ്ങൾ വന്ന് എന്തോരം വചന പ്രഘോഷണം നടത്തി, അത് ഒരുപാട് കാര്യങ്ങൾ ക്ലെയിം ചെയ്യും. കർത്താവ് എന്താ പറഞ്ഞത്? മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഒരു വലിയൊരു ശക്തമായൊരു താക്കീത് വരുന്നുണ്ട് അവിടെ. അത് പറയുന്നത്, ആ താക്കീത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. യഥാർത്ഥ ശിഷ്യൻ എന്നുള്ള ഒരു ചെറിയ തലക്കെട്ടോടുകൂടി 7-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന 21-ലാണ്. കർത്താവിനെ വിളിച്ച ഈ പ്രാർത്ഥനകളൊക്കെ നല്ലതാണ്. എന്താണ്? ഈ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കുന്ന ജീവിതമായി മാറാനായിട്ടുള്ള ഒരു പ്രബോധനമാണ്. ആ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി മാറിയില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ചൊല്ലലേ ഉണ്ടാവുള്ളൂ, പ്രാർത്ഥിക്കുന്ന ജീവിതം ഉണ്ടാവില്ല. പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് ആർക്കും വിശുദ്ധനാവാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്ന ജീവിതം നയിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവെ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തില്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ? നമ്മൾ ക്ലെയിം ചെയ്ത് പറയാണ്ട് ഇപ്പം അച്ഛൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ പോലെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്തെന്നാ കർത്താവെ പറയണം? ഞാൻ എന്തോരം പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവ് എന്ത് പറയും? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം എന്താ? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നാവുന്നു. അനീതി പ്രവർത്തിക്കുന്നു. എന്താണ് ഈ അനീതി പ്രവർത്തിക്കുക എന്നുള്ളത് കർത്താവ് അവിടെ ഉദ്ദേശിച്ച് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. എന്താണ് അനീതി? എന്താണ് നീതി? നീതി എന്താണെന്ന് അറിഞ്ഞാൽ അനീതി എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ കുർബാനയിൽ നമ്മൾ കുർബാന ആരംഭിക്കുന്ന സമയത്ത് വൈദികൻ ബലിപീഠത്തിൽ യൂക്കറിസ്റ്റിക് മിനിസ്ട്രിയുടെ കൂടിയാണല്ലോ. വൈദികൻ ആൾത്താരയിലേക്ക് മദ്ബഹയിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. കുർബാനയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണത്. നീതിയുടെ പ്രവർത്തികളാൽ ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന ആ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രീതിപ്പെടുത്താൻ, ജീവിതകാലം മുഴുവൻ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ട് സാധിക്കുകയുള്ളൂ. ആ നീതിയുടെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നിടത്താണ് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കാൻ പറയുന്നത്. ആ ഫലം പുറപ്പെടുവിക്കാൻ പറയുന്നിടത്ത് കർത്താവ് പറയുന്ന ഫലങ്ങളും വളരെ ലളിതമാണ് അല്ലേ? സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനം, ശുദ്ധത. 3 ചേർക്കാൻ വേണ്ടി 12. ഈ ഫലങ്ങളാണ് നീതി. ഈ ഫലങ്ങൾ നീതിയായിട്ട് എൻ്റെ ജീവിതത്തിലൂടെ പുറത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ
എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഞാൻ യേശുവിനെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് നീതിയുടെ പ്രവൃത്തികൾ. എൻ്റെ ശരീരത്തിൽ ഞാൻ യേശുവിനെ രൂപപ്പെടുത്തുന്ന പ്രക്രിയ, പ്രോസസ്സ്, ആ പ്രക്രിയയാണ് നീതിയുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. കാരണം അനീതി, വിശുദ്ധൻ എന്ന് പറയുമ്പോൾ അശുദ്ധി ഇല്ലാത്തെന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. അശുദ്ധി ഇല്ലാത്തതുകൊണ്ട് മാത്രം ഒരാൾ വിശുദ്ധനാവില്ല. അശുദ്ധിയിൽ നിന്നും മാറി തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുമെന്നല്ല പറയുന്നത്. അപ്പോൾ അശുദ്ധിയുടെ ആ ഒരു സ്പർശനമില്ലാതെ അശുദ്ധിയിൽ നിന്നും അകന്നു മാറി, അല്ലേ, വെറുത്ത് ഉപേക്ഷിച്ച് പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പാപത്തിൻ്റെ വേരുകളിൽ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ്, ഇതാണ് മനസ്സാപ്രകടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മളെ പിന്തുടരും. പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് കൂടെ സഞ്ചരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മിൽ നിന്നും നല്ല ഫലങ്ങൾ മാത്രമേ വരുള്ളൂ. നീതിയുടെ ഫലങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വിശുദ്ധിയെക്കുറിച്ച് പറയുന്നിടത്ത് മർക്കോസ് ലീഗയുടെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു സൂചന വരുന്നുണ്ട്. മർക്കോസ് ലീഗ പറയുന്നത് ആന്തരികവും ബാഹ്യമായ വിശുദ്ധിയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മളെ അശുദ്ധരാക്കുന്നതാണ്. ഉള്ളിൽ നിന്നാണ് ഈ പാപത്തിൻ്റെ സകല ചായ്വുകളും വരുന്നത്. പാപം മുഴുവൻ ഉള്ളിൽ നിന്ന് വരുന്ന, പുറത്തു നിന്ന് ഒരു പാപവും നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. മർക്കോസ് ലീഗയുടെ സുവിശേഷം 7-ാം അധ്യായം 15. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയില്ല. വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് എന്നെ അശുദ്ധനാക്കുന്നത്? എന്നെ അശുദ്ധനാക്കുന്നത് എന്തൊക്കെയാണ്? ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അശുദ്ധനാക്കുന്നത്. അത് അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത, പരദൂഷണം എല്ലാം പെടുന്നതിനകത്ത്. ഇങ്ങനെ ഒരുപാട് ഈ തിന്മകളെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നാണ് എൻ്റെ സൂചന. അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുവനെ അശുദ്ധനാക്കുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന ഈ തിന്മയുടെ ഈ പ്രകടനങ്ങളാണ്. അപ്പോൾ അശുദ്ധനാവാതിരിക്കാൻ ഈ തിന്മകൾ ദൂരീകരിച്ചേ മതിയാവും. ഈ മർക്കോസ് ലീഗയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 15, 16, 20, 21 വരെയുള്ള ആ 21-ലാണ് ഈ പറയുന്ന ഈ അശുദ്ധിയെക്കുറിച്ച് പറയുന്നത്. ഇവയ്ക്ക് സമാനമായവയുണ്ട്. ഇതെല്ലാം എക്സോസ്റ്റീവ് അല്ല, കുറച്ചൊരു സൂചനകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് തിന്മകളെക്കുറിച്ച് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ പരിശോധിച്ച് അറിയാൻ പറ്റും. പക്ഷേ കുറച്ച് തിന്മകൾ അവിടെ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഡിക്കേറ്റീവാണ്, എക്സോസ്റ്റീവ് അല്ല, ഇൻഡിക്കേറ്റീവാണ്. അപ്പം ആ തിന്മകളാണ് എന്നെ അശുദ്ധനാക്കുന്നത്. ഇനി വിശുദ്ധനാക്കുന്നത് അപ്പം അശുദ്ധി ഇല്ലാതിരിക്കണം. ഇനി വിശുദ്ധനാവാനായിട്ട് നീതിയുടെ സൽഫലങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ പുറപ്പെടുവിക്കണം. ആ നീതിയുടെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. എന്തിനോട് യുദ്ധം ചെയ്തു? നീതിയുടെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്നും എന്നെ തടസ്സപ്പെടുത്തുന്ന പിശാചിൻ്റെ പ്രലോഭനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്തു. അവയെ ഞാൻ ചെറുത്തു, അവയെ ഞാൻ റെസിസ്റ്റ് ചെയ്തു. അതാണ് യുദ്ധം. ആത്മീയ സമരം അതാണ്. നോ പറയാനായിട്ടുള്ള കഴിവ്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നമുക്ക് ഏത് തിന്മയെക്കുറിച്ചും ആദ്യത്തെ പ്രലോഭനത്തിൽ നോ പറഞ്ഞോ, രണ്ടാമതൊരു പ്രലോഭനം ഉണ്ടാവില്ല. ആദ്യത്തെ പ്രലോഭനത്തിൽ വീണോ, രണ്ടാമത്തെ പ്രലോഭനത്തിൽ അതേ പ്രലോഭനത്തിൽ നോ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. മൂന്നാമത് വളരെ ബുദ്ധിമുട്ടാവും. നാലാമത് അത് സാധിക്കുകയില്ല, അവസ്ഥയിലേക്ക് എത്തും. കാരണം അത് അത്രയ്ക്കും നമ്മളെ അങ്ങ് അശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കർത്താവ് തന്നെ പറഞ്ഞത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്, ബലഹീനരായ മനുഷ്യരാണ്. പക്ഷെ ബലവാനായ ദൈവമാണ് നമ്മുടെ ആശ്രയം. ബലവാനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ബലഹീനനായ മനുഷ്യന് ഒരിക്കലും എനിക്ക് പ്രലോഭനം ഉണ്ടാവും, ഞാൻ ആ പ്രലോഭനത്തിൽ വീണുപോകാൻ സ്വാഭാവികമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം എൻ്റെ ആശ്രയവും എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാണ്. സങ്കേതവും ആശ്രയം എൻ്റെ കോട്ടയും അല്ലേ, എൻ്റെ കോട്ട, എൻ്റെ കവചവും പരിചയം ദൈവമാണ്. അപ്പോൾ ദൈവം കവചവും പരിചയം ആയിരിക്കുന്ന ഒരു വ്യക്തിയെ തൊടാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രലോഭനങ്ങൾ മനുഷ്യനുണ്ടാവാമെന്നുണ്ടെങ്കിലും അവയെ അതിജീവിക്കാനായിട്ട് അതിസ്വാഭാവികമായിട്ടുള്ള വിശുദ്ധിയാവുന്ന നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും
ഒരു പ്രലോഭനത്തിൽ വീഴാൻ സാധിക്കുകയില്ല. ഇറ്റ്സ് ഇംപോസിബിൾ ഫോർ ഹിം ടു സക്കം ടു എ സിൻ. ഒരു പാപത്തിന് വീഴാൻ സാധിക്കുകയില്ല. കാരണം അവൻ വിശ്വസിക്കുന്നത്, ബലഹീനനായ മനുഷ്യ പ്രകൃതിയെ പേറുന്ന ഞാൻ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും ബലവാനായ ദൈവത്തിലാണ്. ബലവാനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റാർക്കും എന്നോട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള പരമമായ സത്യമാണ്. ദൈവം കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പലതും പലർക്കും ചെയ്യാൻ പറ്റും. ദൈവം കൂടെയുള്ളവനെ തൊടാൻ, തോണ്ടാൻ, മുറിക്കാൻ, മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം ദൈവം അത് അനുവദിക്കില്ല. അപ്പം ആ യുദ്ധം നല്ലവണ്ണം യുദ്ധം ചെയ്തുള്ള ജീവിതമാണ്. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ഈ വിശ്വാസം സംരക്ഷിച്ചു എന്ന് പറയുന്നത് ഈ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ചിന്തയാണ്. വിശുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള ചിന്ത. വിശ്വാസം എന്നുള്ളത് നമ്മൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സംരക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മുടേതാണ്. അതിനകത്ത് ദൈവം ഇടപെടില്ല. കാരണം ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുക. ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് 4 ഘടകങ്ങൾ. ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വെച്ച് തന്നിട്ട്, നന്മയും തിന്മയും തമ്മിലുള്ള തിരിച്ചറിവും തന്നിട്ട് അതിൽ ഏത് തിരഞ്ഞെടുക്കണമോ വേണ്ടയോ എന്നുള്ള സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെടില്ല. അതെന്തുകൊണ്ടാണ്? ദൈവത്തിന് നമ്മൾ മക്കളാണ്, അടിമകളല്ല. അടിമകളാണെന്നുണ്ടെങ്കിൽ കുര്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ കുര്യൻ നരകത്തിൽ, ആ ജോസ് ഇവിടെ സ്വർഗത്തിൽ, ആ ആള് ശുദ്ധി, അങ്ങനെ ഇല്ല. ദൈവം ഒരിക്കലും ആരുടെയും വിധി തീരുമാനിച്ചിട്ടില്ല. കാരണം അവർ ഇവിടെ ഈ ലോകത്ത് നല്ലവണ്ണം യുദ്ധം ചെയ്ത് വിശ്വാസം സംരക്ഷിച്ച് ഓട്ടം പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർക്ക് നൽകാനുള്ള സമ്മാനം കരുതി വെച്ച് കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടേത്. അതിനുള്ള അച്ചാരമാണ് ഈ വിശുദ്ധര്. അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ജീവിച്ച് കടന്നുപോയ വിശുദ്ധരാണ് നമ്മോട് പറയുന്നത്. യെസ്, അത് ഞങ്ങൾ അനുഭവിച്ച് അറിഞ്ഞവരും ആ അറിവിൻ്റെ അനുഭവത്തിൽ ആ നിത്യതയിൽ സന്തോഷിക്കുന്നവരുമാണ്. നിങ്ങളും ആ നിത്യതയിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തോട് ഐക്യപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് ഈ വിശുദ്ധന്മാരുടെ വണക്കത്തിൻ്റെ ആഗ്രഹം. വിശുദ്ധന്മാരെ വണങ്ങുന്നതിലൂടെ അവരുടെ മാതൃക സ്വീകരിച്ച് അവർ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന മാതിരി നമ്മ ഓരോരുത്തരും ദൈവത്തോട് ഐക്യപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു വിശുദ്ധി പ്രാപിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ശുശ്രൂഷി നമ്മളോട് പറയുന്നത് എന്താ? കാർമ്മ്യം നമ്മോട് പറയുന്നത് എന്താ? വിശുദ്ധ കുർബാന ആർക്കുള്ളതാവുന്നു? വിശുദ്ധർക്കുള്ളതാകുന്നു. എന്നിട്ട് നമ്മൾ കുർബാന സ്വീകരിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ വിശുദ്ധരല്ലേ? നമ്മൾ വിശുദ്ധരാണ്. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരായി തീർന്നത്? അത് ആ കുർബാന മധ്യമുള്ള അതിന് തൊട്ട് മുമ്പുള്ള ഒരു അനുതാപ ശുശ്രൂഷയുണ്ട്. ആ അനുതാപ ശുശ്രൂഷ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് ഈ മനസ്സാക്ഷിയുടെ ശബ്ദം വരുന്നുണ്ട്. അതുകൊണ്ട് പറയാൻ കാരണം നമ്മുടെ മനസ്സാക്ഷി കലഹവും മാറ്റി ഭിന്നതയെ മാറ്റി മനസ്സാക്ഷി നിർമ്മലമാക്കാനാണ്. ഭിന്നതകളും കലഹങ്ങളും വഴി നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. മനസ്സാക്ഷി ശുദ്ധീകരിക്കാതെ ഒരു വ്യക്തിക്കും വിശുദ്ധനാവാൻ കഴിയില്ല. ഈ വിശുദ്ധരെല്ലാവരും മനസ്സാക്ഷി ശുദ്ധീകരിച്ചവരാണ്. എന്താ മനസ്സാക്ഷി ശുദ്ധീകരിക്കാൻ? മനസ്സാക്ഷി നമുക്ക് എങ്ങനെ വേണമെങ്കിലും രൂപപ്പെടുത്തിയെടുക്കാം. വലിച്ചാൽ നീളുന്നതും അമർത്തിയാൽ അമരുന്നതും എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്യാവുന്ന ഒന്നാണ് ഈ മനസ്സാക്ഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് പലരും പറയില്ല, എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് മനസ്സാക്ഷി അത്? അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ക്രൈസ്തവ മനസ്സാക്ഷി. നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മുടെ മനസ്സാക്ഷി പരിശോധിക്കാൻ ഒരേ ഒരാളെ നിർത്തിയാൽ മതി, യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുന്ന ഒരു മനസ്സാക്ഷിയാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ ആ മനസ്സാക്ഷിയുടെ ശബ്ദം, ആ മനസ്സാക്ഷിയുടെ മന്ത്രണം ശ്രവിച്ച് നമുക്ക് ഭിന്നതകളും കലഹങ്ങളും, കാരണം നല്ല മനസ്സാക്ഷി, ക്രൈസ്തവ മനസ്സാക്ഷിയുള്ളൊരു വ്യക്തിക്ക് ഭിന്നതയിലും കലഹത്തിലും ആയിരിക്കാൻ സാധിക്കില്ല. അത് ഭിന്നതയിലും കലഹത്തിലുമായിരുന്നാലും അതിൻ്റെ അർത്ഥം നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കപട മനസ്സാക്ഷിയാണ്. ദൈവം യേശു ക്രിസ്തു ശപിച്ചിട്ടുള്ള ഏക പാപം കാപട്യമാണ്. മറക്കരുത്. വ്യഭിചാരത്തെ പോലും ശപിച്ചില്ല. ശപിച്ചത് കാപട്യത്തെക്കുറിച്ചാണ്. ഈ കാപട്യം എന്താ? മനസ്സാക്ഷിയെ വഞ്ചിക്കലാണ്. എൻ്റെ മനസ്സാക്ഷിയിൽ ദൈവം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തെ പറ്റിക്കലാണ്. ശത്രുതയും ഭിന്നതയും കലഹങ്ങളും വഞ്ചനയും ഭോഗാസക്തിയും അസൂയയും പരദൂഷണവും ഇതൊക്കെ
ഇതൊക്കെ വെച്ച് പുലർത്തിയിട്ട് എൻ്റെ മനസ്സാക്ഷിയിൽ ഞാൻ സത്യമായി പ്രവർത്തിച്ചു, അതുകൊണ്ട് ഞാൻ ഈ വിശുദ്ധർക്കുള്ളതാവുന്നു എന്നുള്ള ആ ആഹ്വാനം ശ്രമിച്ചിട്ട് ഞാൻ ഈ വിശുദ്ധനായ എന്നുള്ള ചിന്തയോടുകൂടി ഈ കുർബാന സ്വീകരിക്കുകയാണെന്നുള്ള അതിൻ്റെ അർത്ഥം എന്നിലെ കാപട്യമാണ്. എൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കലാണ്. ദൈവത്തെ വഞ്ചിക്കലാണ് മനസ്സാക്ഷി വഞ്ചിക്കൽ. നല്ല മനസ്സാക്ഷി രൂപപ്പെടുത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ക്രൈസ്തവ മനസ്സ്, യേശു ക്രിസ്തുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ദൈവം കാണുന്നത് പോലെ നമുക്ക് ഈ ലോകത്തെ കാണാനും ഈ ലോകത്തിലെ സൃഷ്ടിയെയും സൃഷ്ടപ്രപഞ്ചത്തെ കാണാനും സമീപിക്കാനും തക്കവണ്ണമുള്ള ഒരു ജീവിത മുറ, ജീവിത ശൈലി അല്ലേ, വിശുദ്ധമായൊരു ജീവിത മുറയാലേ ദൈവപിതാവും പ്രതികരിച്ച്. അപ്പം അങ്ങനെ ഒരു ജീവിത മുറ നമുക്ക് സ്വീകരിച്ചെടുക്കാനായിട്ട് നമ്മൾ ആഹ്വാനം ചെയ്യുന്നതാണ് ആ പ്രാർത്ഥന, അനുതാപ ശുശ്രൂഷ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും ആത്മാക്കളെ മുക്തം. അപ്പം ഭിന്നതയും കലഹവും ശത്രുതയും വിദ്വേഷത്തിലുമാണ് നമ്മുടെ മനസ്സ് എന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ സാധിക്കില്ല. ദൈവത്തിന് നമ്മൾ അനുഗ്രഹിക്കാൻ സാധിക്കില്ല. മാർക്കോസ് തിയുടെ സുവിശേഷത്തിൽ അതിന് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. 11:24. അതെ, ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ നിങ്ങൾ ക്ഷമിക്കുകയും മറക്കുകയും പൊറുക്കുകയും ചെയ്യാതെ ശത്രുതയും വിദ്വേഷവും ഭിന്നതയും കലഹവും വരുത്തി വെച്ചിട്ട് എത്ര തിരുശേഷിപ്പ് മനസ്സിൽ വച്ചിട്ട് എത്ര തിരുശേഷിപ്പ് ചിന്തിച്ചാലും എത്ര ഉന്നതരുടെ ബന്ധങ്ങളുണ്ടായാലും എത്ര സ്ഥാനത്തിരുന്നാലും എന്തുമാത്രം പദവികൾ തബയിൽ വഹിച്ചാലും ഒരു കാര്യമില്ല. മനസ്സാക്ഷി നിർമ്മലമാക്കണം, നിർമ്മലമായ മനസ്സാക്ഷി. അതുകൊണ്ടാണ് വൈദികൻ ഖുർആനിക്ക് കയറുമ്പോൾ മനസ്സാക്ഷി നിർമ്മലമാക്കിക്കൊണ്ട് ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചെന്ന് പറഞ്ഞിട്ടാണ്. ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയാണിത്. മനസ്സാക്ഷി നിർമ്മലമാക്കണം, ഹൃദയത്തെ വെടിപ്പാക്കണം. കാരണം മനസ്സാക്ഷി നിർമ്മലമാക്കിയില്ല എന്നുണ്ടെങ്കിൽ മാലിന്യമുള്ള മനസ്സാക്ഷി മലിന സ്വരത്തിലേ നമ്മൾ സംസാരിക്കുള്ളൂ. മാലിന്യമുള്ള മനസ്സാക്ഷി മലിനതയെ നന്മയായി ചൂണ്ടിക്കാണിക്കുള്ളൂ. ഏത് തിന്മയെയും നന്മയായി ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സാക്ഷിയാണ് മാലിന്യമുള്ള മനസ്സാക്ഷി. അത് പിശാചിൻ്റെ ഇരിപ്പിടമാണ്. ഏത് നന്മയെ നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിന് വിശദീകരണം വേണ്ട. സത്യമാണ് നന്മ, നന്മയാണ് നീതി, നീതിയാണ് വിശുദ്ധി. ഇതാണ് ആ പ്രമേയം. അപ്പം സത്യത്തിന് വിശദീകരണം ആവശ്യമില്ല എന്നുള്ള യേശു ക്രിസ്തുവിനെ അവന് പറഞ്ഞ വലിയ ന്യായാധിപന് മുമ്പിൽ കർത്താവിനെ കൊണ്ട് നിർത്തി, യേശു ക്രിസ്തുവിനെ കൊണ്ട് നിർത്തിയത് പിലാത്തോസിന് മുമ്പിൽ. പിലാത്തോസ് കർത്താവിനോട് ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യം? കർത്താവ് മറുപടി പറഞ്ഞു. കർത്താവ് ഒരു മറുപടിയും പറഞ്ഞില്ല, സത്യത്തിനൊരു വ്യാഖ്യാനവും കർത്താവ് കൊടുത്തില്ല. എന്തുകൊണ്ടാ? സത്യം തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ആ സത്യത്തിന് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. അപ്പൊ യേശു ക്രിസ്തുവിനെ വ്യാഖ്യാനിക്കുന്ന തിയോളജിയോ എന്തോളജി ആയാലും ഒരു കാര്യമില്ല. യേശു ക്രിസ്തുവിന് ഒരു വ്യാഖ്യാനം ആവശ്യമില്ല. യേശു ക്രിസ്തു അന്നും ഇന്നും എന്നും ഇന്നലെയും ഒക്കെ ഒരാൾ തന്നെയാണ്. ആ ആളെ എൻ്റെ ശരീരത്തിലും എൻ്റെ ജീവിതത്തിലും ഞാൻ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് വിശുദ്ധയാവാനായിട്ടുള്ള ആ വിളി എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധരായില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തെ കാണാൻ സാധിക്കില്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കില്ല. അപ്പം വിശുദ്ധി എന്നുള്ളത് ദൈവത്തെ കാണാൻ, ദൈവത്തെ അനുഭവിക്കാൻ, ദൈവത്തോട് കൂടിയായിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ പാലിക്കാതെ നമുക്ക് വേറെ എന്തു കുടുക്ക് വഴികളിലൂടെ ഒന്നും വിശുദ്ധരാവാൻ കഴിയില്ല. കുടുക്ക് വഴികളും പറഞ്ഞു തരുന്നവരല്ല വിശുദ്ധർ. യഥാർത്ഥത്തിൽ തങ്ങളുടെ ജീവിത മാതൃകയല്ലേ ദൈവപിതാവിൻ്റെ പ്രീതി വരിക്കാൻ തക്കവണ്ണം നമ്മെ നന്മയിലേക്ക്, സത്യത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, നീതിയിലേക്ക് നയിക്കുന്ന ജീവിതത്തിൻ്റെ വക്താക്കളാണ് അവർ. ആ ജീവിതമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അതുകൊണ്ട് അവരുടെ മാതൃക ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പം മദർ തെരേസയുടെ വിളി ഒന്നായിരുന്നു, ചാവറപിതാവിൻ്റെ വിളി വേറൊന്നായിരുന്നു, അൽഫോൻസാമ്മയുടെ വേറൊന്നായിരുന്നു, മറിയം ത്രേസ്യാമ്മയുടെ വേറൊന്നായിരുന്നു, ഫ്രാൻസിസ് അസിയുടെ വേറൊരു രീതിയിലായിരുന്നു. ഓരോരുത്തരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്ത രീതിയിൽ കാണാൻ സാധിക്കും. പക്ഷേ അവരെല്ലാവർക്കും ഒരേ ഒരു ടൈറ്റിലുള്ള മറക്കരുത്. അവർക്കെല്ലാവർക്കും ഒരേ ഒരു ടൈറ്റിലുള്ളത് വിശുദ്ധ എന്നുള്ള ഒരേ ഒരു ടൈറ്റിലുള്ളൂ. ആ ടൈറ്റിൽ ഞാനും നിങ്ങളും അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവകാശമാക്കി എടുക്കാൻ
പ്രയത്നിക്കേണ്ടവരാണ്. ആ പരിശ്രമമാണ് ഇത്തരം ശുശ്രൂഷകളിലൂടെ നമ്മൾ നടത്തുന്നത്. നമ്മൾ പരിശ്രമിച്ചാൽ മതി, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം നമ്മുടെ പരിശ്രമത്തെ ഒരിക്കലും കാണാതെ വിടില്ല. അപ്പോൾ ഭിന്നതകളും കലഹങ്ങളും വിടുന്നു. പിന്നെ പറയുന്നത് ഒരെണ്ണം ഇതാണ്, യോജിപ്പോടും ഐക്യത്തോടും കൂടെ. അതുകൊണ്ട് നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ അനുരഞ്ജിതരായി തീർന്നിടാം. ആരോടെ അനുരഞ്ജനപ്പെടുന്നത്? ഒന്ന് ദൈവത്തോടും രണ്ട് സഹോദരങ്ങളോടാണ്. അപ്പം ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള അനുരഞ്ജനമില്ലാതെ അർപ്പിക്കുന്ന ബലി പോലും സ്വീകാര്യമായ ബലിയല്ല എന്നുള്ള ആ വിശുദ്ധിയുടെ അബ്സൊല്യൂട്ടിസമാണ് ദൈവം നമ്മുടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം വിശുദ്ധി എന്നുള്ളത് വ്യാഖ്യാനം ആവശ്യമില്ലാത്തതാണ്. വിശുദ്ധി എന്നുള്ളത് നിർവചനം വേണ്ടാത്തതാണ്. വിശുദ്ധി എന്നുള്ളത് പല കോണുകളിലൂടെ സമീപിക്കേണ്ട ഒന്നുമല്ല. അത് സത്യമാണ്, നീതിയാണ്, അത് ദൈവം തന്നെയാണ്. അപ്പം ആ ദൈവം തന്നെയാവുന്ന വിശുദ്ധി എന്നുള്ളത് അശുദ്ധി ഇല്ലാതിരിക്കലും മാത്രമല്ല, നീതിയുടെ സൽഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതമുറയാലും മുന്നോട്ട് പോകുന്നവരാണ്. അപ്പം ശരീരത്തിൽ യേശു ക്രിസ്തുവിനെ ഞാൻ എന്തുമാത്രം രൂപപ്പെടുത്തിയോ അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ നിത്യത. അപ്പം നിത്യത അവകാശമാക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവം അതിനുള്ള അവസരം തരും. അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് അത് അവകാശമാക്കി നേടിയെടുക്കലാണ്. അപ്പം യുദ്ധം ചെയ്യാനായിട്ട് നമുക്ക് ഒരു അവസരമാണ് ഈ വിശുദ്ധി പ്രാപിക്കാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം തന്നെ. അപ്പോൾ ലോകത്തോടുള്ള മൈത്രി എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ ഈ ദൈവത്തെ മറക്കാൻ തക്കവണ്ണം നമ്മൾ ലോകത്തിൻ്റെ മൈത്രിയിലേക്ക് പോകാതെ ഭിന്നതകളും കലഹങ്ങളും അനൈക്യവും അശുദ്ധിയും അസ്വസ്ഥതയും വഴക്കും വൈരാഗ്യവും വിദ്വേഷവും ആസക്തികളും ഒക്കെ നിറഞ്ഞ ലോകത്തിൻ്റെ മൈത്രിയുടെയും ലോകത്തിൻ്റെ വഴികളിലൂടെയും പാപത്തിൻ്റെ പാതകളിലൂടെയും ഒന്നും പോകാതെ ദൈവത്തിൻ്റെ നീതിമാനായിട്ടുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്പക്ഷമായ നീതി പുലർത്തുന്ന ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ സത്യമായും നീ എനിക്ക് തന്ന നിന്നിലുള്ള വിശ്വാസത്തെ ഞാൻ സംരക്ഷിച്ചുകൊണ്ട് നല്ലവണ്ണം യുദ്ധം ചെയ്ത് ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. അതിനാൽ കർത്താവേ എനിക്ക് നീ ഇത് തരണം. ആ നീതിയുടെ സൽഫലങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ മദർ തെരേസയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് മറക്കരുതാത്ത ഒന്നാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായത്തിൽ നീതിയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗമുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കൈവഴികളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ മറക്കരുത്. മറ്റുള്ളവർ ദൈവത്തെ കാണുന്നത് നമ്മളിലൂടെയാണ്. നമ്മുടെ മക്കൾ ദൈവത്തെ കാണുന്നത് നമ്മളിലൂടെയാണ്. അവർ ബൈബിൾ എടുത്ത് വായിക്കണമെന്ന് പറഞ്ഞാൽ ആരും വായിക്കില്ല. ഈ ബൈബിളിൻ്റെ ആദ്യത്തെ പേജിൽ അവരുടെ അപ്പനെയും അമ്മയെയും കണ്ടാൽ അവർ രണ്ടാമത്തെ പേജ് വായിക്കും. കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വായിച്ചിട്ട് അവർ ബൈബിളെ വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വയ്ക്കും. അവർ വേണമെങ്കിൽ 10 പ്രാവശ്യം എഴുതും വേണമെങ്കിൽ. പക്ഷെ കാര്യമില്ല, അവർക്ക് ബൈബിൾ അവരുടെ ജീവിതത്തെ സ്പർശിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അപ്പനും അമ്മയും യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയത് അവർക്ക് കാണാൻ കഴിയണം. അവരോട് പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യമില്ല. പറഞ്ഞു കൊടുത്താൽ ഒരു മക്കളും നന്നാവില്ല, പകർന്നു കൊടുത്താൽ നന്നാവും. പകർന്നു കൊടുക്കുന്നതാണ് ജീവിതം, പറഞ്ഞു കൊടുക്കുന്നതാണ് ഉപദേശം. പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം കൊണ്ട് ഒരു മക്കളും നന്നായിട്ടില്ല, നന്നാവുകയുമില്ല. കാരണം എന്താ? ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടേച്ചാൽ മതി, ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഏക്കില്ല. അത് പറഞ്ഞു കൊടുക്കാനല്ല, പകർന്നു കൊടുക്കലാണ്. ഞാൻ എപ്പോഴും മക്കളോട് പറയും, പ്രചോദനം ആകാത്ത ഒരു പ്രബോധനം ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല. ഒരു വിശുദ്ധരും പ്രബോധനം കൊണ്ട് മാത്രം വിശുദ്ധരായവരല്ല. അവർ പ്രചോദനം കൊടുത്ത് പ്രബോധനം വഴിയായിട്ട് വിശുദ്ധിയിൽ വളർന്നവരാണ്, വിശുദ്ധിയിലേക്ക് നമ്മൾ വിളിക്കുന്നവരാണ്. അപ്പോൾ ഈ വിശുദ്ധരുടെ ജോലി എന്താ? അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് സമാപിക്കാം. വിശുദ്ധരുടെ ജോലി എന്താ? വിശുദ്ധരുടെ ജോലി എന്ന് പറയുന്നത് വിശുദ്ധരാവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ്. അവരുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുകയാണ്, ഇൻസ്പയർ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളെ ചലഞ്ച് ചെയ്യാണ്, വെല്ലുവിളിക്കുകയാണ്. എനിക്കും അവനും അവൾക്കും അർസേനോസിനെ മാനസാന്തരപ്പെടുത്തിയതല്ല, അവനും അവൾക്കും അത് കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ പറഞ്ഞു കൊടുത്താണ്. അവനും അവൾക്ക് അത്. അപ്പോൾ ചവറ പിതാവിനും മദർ തെരേസയ്ക്കും അൽഫോൻസാമയ്ക്കും മരിയന്ത്രാസ്യാമയ്ക്കും എബ്രാസ്യാമയ്ക്കും ദൈവസഹായം പിള്ളയ്ക്കും ഫ്രാൻസിസ് അസീസിക്കും ഒക്കെ തോമസ് ലിയാക്കൊക്കെ വിശുദ്ധരാകാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കുര്യൻ ജോസഫിനും വിശുദ്ധനായിക്കൂടാ? കുര്യൻ ജോസഫ് വിശുദ്ധനായില്ല എന്നുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ ഐക്യത്തിൽ ചേരുക. വിശ്വാസ പ്രമാണത്തിൽ പുണ്യന്മാരുടെ ഐക്യം, ആ ഐക്യത്തിൽ കൂട്ടായ്മയിലേക്ക് ഞാനും ചേരണം. നമ്മൾ ഓരോരുത്തരും ചേരണം. അങ്ങനെ ചേരുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ലോകത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കായും
നിർഭാഗ്യവാന്മാരാണ്. നമ്മൾ ഭാഗ്യവാന്മാരാകണോ നിർഭാഗ്യവാന്മാരാകണോ? ചോയ്സ് നമ്മുടേതാണ്. ആ ചോയ്സിൽ ദൈവം ഇടപെടില്ല. ഭാഗ്യവാന്മാരാകണോ നിർഭാഗ്യവാന്മാരാകണം? നമ്മൾ ഭാഗ്യവാന്മാരാകണം എന്നുണ്ടെങ്കിൽ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വളരെ സുന്ദരമായ ഒരു പ്രയോഗമുണ്ട്. യേശുവിൻ്റെ മുഖലക്ഷണങ്ങളാണ് സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അഷ്ടഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് സഭ പഠിപ്പിക്കുന്നതാണ്. യേശുവിൻ്റെ മുഖലക്ഷണങ്ങളാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. ഈ സുവിശേഷ ഭാഗ്യങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ സുവിശേഷ ഭാഗ്യങ്ങളെ ജീവിതത്തിൻ്റെ സൗഭാഗ്യമായി കരുതി ജീവിച്ചവരും അങ്ങനെ ജീവിക്കാൻ നമ്മളോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്ത അതിസ്വാഭാവികമായ വിശുദ്ധിയുടെ വക്താക്കളാണ് ഈ വിശുദ്ധന്മാരെല്ലാവരും. നമ്മളെല്ലാവരും വിശുദ്ധരാണ്. പക്ഷേ അതിസ്വാഭാവികമായിട്ടുള്ള വിശുദ്ധി പാലിച്ച ചിലരെ നമുക്ക് ഈ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ടുള്ള പ്രചോദനം നൽകുവാൻ തക്കവണ്ണമുള്ള ചില മോഡൽസിനെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുക, അല്ലേ? നിങ്ങൾ ഈ മരുന്ന് കഴിച്ചോ നിങ്ങളുടെ അസുഖം മാറും, നിങ്ങൾ ഇതിങ്ങനെ ചെയ്തോ നന്നാവും, ഈ വഴിയെ പൊക്കോ പോവും, ഇതിലെ വാ, ഇതിലെ വാ. വിശുദ്ധരെ നമ്മൾ ക്ഷണിക്കുന്നത് അതാണ്, ഇതിലെ വാ. എന്നിട്ട് അവർ അതിലെ പൊക്കോളെന്നല്ല പറഞ്ഞത്. ഇതാണ് നമ്മുടെ വലിയ പ്രശ്നം. നമ്മൾ മക്കളോട് പറയുന്നത് അതിലെ പൊക്കോളാനാണ്. പക്ഷെ മക്കളോട് നമ്മൾ പറയേണ്ടത് ഇതിലെ വാ എന്നാണ്. ഏത് അധികാരിയും അനുയായികളോട് പറയേണ്ടത്, ഏത് മാതാപിതാക്കളും തങ്ങളുടെ മക്കളോട് പറയേണ്ടത് ഇതിലെ വാ എന്നാണ്, അതിലെ പൊക്കോന്നല്ല. അതിലെ പൊക്കോളാന്ന് പറയുന്നത് പ്രബോധനം മാത്രമേ ഉള്ളൂ. ഇതിലെ വാ എന്ന് പറയുന്നത് പ്രചോദനം കൊണ്ടുള്ള പ്രബോധനമാണ്. അങ്ങനെ ഈ വിശുദ്ധന്മാർ നമുക്ക് പ്രചോദനവും മാതൃകയും വെല്ലുവിളിയും തന്നുകൊണ്ട് വിശുദ്ധിയിലേക്ക് വിളിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ വിശുദ്ധി എന്നുള്ള കാര്യത്തിൽ രണ്ട് നിർവചനമല്ല. ഒന്നുകിൽ വിശുദ്ധനായ കുര്യൻ, അല്ലെങ്കിൽ അശുദ്ധനായ കുര്യൻ. അശുദ്ധനായ കുര്യൻ നിത്യനരകത്തിലേക്കും വിശുദ്ധനായ കുര്യൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിലേക്കും പ്രവേശിക്കും. ചോയ്സ് കുര്യൻ്റെയാണ്. ഈ കുര്യൻ ജീവിത മുറ ജീവിതത്തിൽ എങ്ങനെ യേശുവിനെ രൂപപ്പെടുത്തുന്നു, ശരീരത്തിൽ യേശുവിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു, ജീവിതത്തിൽ എങ്ങനെ യേശുവിനെ പ്രദർശിപ്പിക്കുന്നു. ഈ ജീവിത മുറയിൽ ലോകത്തിൻ്റെ വഴിയെ നടക്കാതെ, പാപത്തിൻ്റെ പാതകൾ പുണരാതെ നമ്മെ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധി പ്രാപിക്കാൻ ഈ വിശുദ്ധരുടെ മാതൃക നമുക്ക് സഹായകമാകട്ടെ, പ്രചോദനമാകട്ടെ, മാതൃകയാവട്ടെ. ഒരു വെല്ലുവിളി ഉയർത്തിട്ട് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് ചോയ്സ് മറക്കരുത്. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ. രണ്ട് വഞ്ചിയിലും കാലുകുത്തരുത്. രണ്ട് വഞ്ചിയുടെ ഇടയ്ക്കുള്ള സ്പേസ് വെള്ളമാണ്, കുഴിയാണ്, മറക്കരുത്. അപ്പോൾ രണ്ട് വഞ്ചിയുമില്ല, രണ്ട് വള്ളവുമില്ല, ഇടയ്ക്കുള്ള സ്പേസും ഇല്ല. ഒരേ ഒരു വഞ്ചിയുള്ളൂ. ഒറ്റ വഞ്ചിയിൽ, ദൈവമാകുന്ന ഒറ്റ വഞ്ചിയിൽ സഞ്ചരിക്കാൻ, ആ വള്ളത്തിൽ വെള്ളം കയറാതെ കാത്തു സൂക്ഷിക്കാനാണ് ഈ വിശുദ്ധന്മാർ നമുക്ക് നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയും പ്രചോദനവും വെല്ലുവിളി ഉയർത്തുന്നത്. ആ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം ഇപ്രകാരം വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് അവരോട് ഐക്യപ്പെട്ട് അവരുടെ മധ്യസ്ഥ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടാനായിട്ട് അവർ പിന്തുടർന്ന ആ ഒരു വലിയ വിശുദ്ധിയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് തപോനിഷ്ഠ കൊണ്ട് അവരുടെ വിശുദ്ധമായിട്ട് നിഷ്കർഷതയോടുകൂടിയാണ് ആ വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് അവരോട് ഐക്യപ്പെടാം. അങ്ങനെ നമുക്ക് വിശുദ്ധന്മാരുടെ ഐക്യത്തിൽ ദൈവത്തിൻ്റെ നിത്യതയിൽ നമുക്കും പങ്കുചേരാം. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.